ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മൾ ചൊണ്ണം നൈറ്റ് സ്കിൻ കെയർ നോക്കാം കേട്ടോ. അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടോണർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഗുലാബ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് സെറാണ് കേട്ടോ. ഇതിൽ ഗുലാബ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, 6% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, 5% നയാസിനമൈഡ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ. യൂസ് ചെയ്തൊരു 1 വീക്കിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. ഇത് നന്നായിട്ട് ഫേസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തതിന് ശേഷം കുറേ നേരിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യരുത്, നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യണം വേണ്ടത് കേട്ടോ. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. അതിനുശേഷം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് സെബാമെഡിൻ്റെയാണ്, ക്ലിയർ ഫേസ് കെയർ ജെൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മോയ്സ്ചറൈസിങ് കോംപ്ലക്സ് വിത്ത് ഹൈൽഡ്രോൺ എന്ന് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്, നോൺ ഗ്രീസിയാണ്, ഫാസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 495 രൂപയാണ്. ഫോർ ഇംപ്യൂർ ആൻഡ് ഓയിലി സ്കിൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മളെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കെയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിൻ കുറച്ചും കൂടെ ഹെൽത്തി ആവുന്നുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിരിക്കും കേട്ടോ. ഒരു എന്താ പറയുക, മറ്റുള്ള മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മളെ സ്കിന്നിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഗ്രീസി പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് അങ്ങനെയില്ല. അപ്പോൾ താല്പര്യമുള്ളവർ നൈക്കയിൽ പോയി വാങ്ങിക്കുമോ. അപ്പോൾ എല്ലാം സെറ്റല്ലേ. ഓക്കെ.